ഹായ് ഹലോ, സുഖമാണോ എല്ലാവർക്കും? പനിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇത് പണ്ടത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ നാട്ടിൽ പോകണേക്കാൾ മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഹെയർ സ്മൂത്തനിങ് ചെയ്യണേക്കാൾ മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. കാണുമ്പോൾ പറയായിരിക്കും. അപ്പോൾ എന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. കുറച്ച് നേരത്തേക്ക് എണിച്ചെന്ന് തോന്നുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ എന്താ ഉണ്ടാക്കണേന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് അന്നത്തെ വീഡിയോ ആയതുകൊണ്ടാണ്. ദോശയും പിന്നെ എനിക്ക് തോന്നണത് സാമ്പാറും ആയിരിക്കും കേട്ടോ. സാമ്പാറല്ല, ചമ്മന്തിയാണ് കേട്ടോ. ചമ്മന്തിയാണ് ഉണ്ടാക്കണത്. ചമ്മന്തി നമ്മൾ പുതിനയിലും കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഞാൻ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. ഞാൻ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഉണ്ടാക്കി നോക്കിയിട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഉണ്ടാക്കണത്. അത് ഒന്നുകൂടി ഞാൻ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ റെസിപ്പി ഇപ്പോൾ പറയണില്ല കേട്ടോ. പിന്നെന്താ, സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോ എടുക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. നമ്മൾ വല്ല റെസിപ്പിക്കാണെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാമല്ലോ. ഇതൊരു സൺഡേ എടുത്ത വീഡിയോ ആണ് തോന്നുന്നു കേട്ടോ. നമ്മൾ സൺഡേ ആകുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ എണീക്കുക. ഞാൻ സൺഡേ മിക്ക ദിവസവും ഒന്നെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിക്ക് മാവ് അരച്ച് വയ്ക്കും കേട്ടോ. കാരണം നമ്മൾ ലേറ്റായി എണീക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാമല്ലോ. അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഉമേഷിന് ലീവായിരുന്നു. നമ്മുടെ ചമ്മന്തി ആട്ടോ ഉണ്ടാക്കിയത്. ചമ്മന്തി ഉമേഷ് ഞാനുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി ലേറ്റ് ആയതുകൊണ്ട് ചമ്മന്തിയൊക്കെ ആക്കിയിട്ട് നമ്മൾ വയറ്റിയൊക്കെ എടുക്കില്ലേ, തക്കാളിയൊക്കെ ഇട്ടിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉമേഷിനോട് പറഞ്ഞു, ഉമേഷ് ഇതൊന്ന് അരച്ച് തരുമോ ചോദിച്ചു കേട്ടോ. അരയ്ക്കാൻ പറഞ്ഞത് അബദ്ധമായി പോയി. കാരണം അരച്ച് കഴിഞ്ഞിട്ട് ഉള്ള കോലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. മിക്സിയുടെ ജാറിൽ നിന്ന് എല്ലാം പുറത്ത് പോയി കൊള്ളമായി. പക്ഷെ എല്ലാം ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ബാക്കിയുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ദോശയോടൊപ്പം തക്കാളി ചമ്മന്തി കൂട്ടി കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കാരണം ഇതിൽ പുതിനയിലൊക്കെ ഇടണത് കൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. നല്ല ചമ്മന്തിയാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ്. പിന്നെ ഇവിടെ പുതിനയിൽ നമ്മൾ ഇങ്ങനെ വളർത്തുന്നത് കൊണ്ട് നമുക്ക് പോയി എടുക്കുകയും ചെയ്യാം. ഞാൻ മല്ലിയില കുറേ ദിവസമായി ഒന്ന് വളർത്തിയെടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദോശമാവ് ഒരു 2-3 ദിവസത്തേക്ക് എടുക്കില്ല. 2 ദിവസത്തേക്ക് എന്തായാലും എടുക്കും. മൂന്നാമത്തെ ദിവസം എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല. കാരണം ചിലപ്പോൾ ഒരു ചെറിയ പുളിയൊക്കെ വന്നിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ എടുക്കാറില്ല. 2 ദിവസത്തേക്കൊക്കെ എടുക്കാറുള്ളൂ. പുളി ഉണ്ടാവില്ല, എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ഉമേഷിനോടൊന്ന് ഇളക്കി ഞാൻ പറഞ്ഞു അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരയ്ക്കാൻ. അതിൻ്റെ ഇടയിൽ ഞാൻ നൈഹുവിൻ്റെ ഒരു അനക്കം കേൾക്കണില്ല കേട്ടോ. അനക്കം കേൾക്കണില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു വിക്രസം ഒപ്പിക്കാനായിരിക്കും അവൾ പോയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം കേട്ടോ. അവിടെ എൻ്റെ കൺമശിയും സിന്ദൂരൊക്കെ എടുത്ത് കൊള്ളാക്കി വെച്ചിട്ടുണ്ട് മോന്താട്ടോ. പിന്നെ ഇതാണ് എൻ്റെ പുതിനയില കേട്ടോ. പക്ഷേ ഇപ്പം ഇല്ല. കാരണം നാട്ടിൽ പോയി വന്നപ്പോൾ അതൊക്കെ ഒരുമാതിരി എന്നിട്ട് ഞാൻ എല്ലാം ചെറുതായിട്ടൊന്നും ഇങ്ങനെ വെട്ടി വിട്ടിട്ടുണ്ട്. അപ്പോൾ പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് ഇങ്ങനെ നല്ല തളിരല വരുമല്ലോ, അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ പോയി, എന്താ അറിയില്ല. അങ്ങനെ നൈഹുവിൻ്റെ ഒരു അനക്കം കേട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും പോയി നോക്കും. കാരണം അവൾ എന്തെങ്കിലും ഒപ്പിക്കുന്നുണ്ടാവും. എൻ്റെ സിന്ദൂരൊക്കെ എടുത്തിട്ട് ലിപ്സ്റ്റിക്കാന്ന് പറഞ്ഞ് തേച്ച് വയ്ക്കും. ഇതാണ് ഉമേഷ് അരച്ച കോലം കാണുന്നത് കേട്ടോ. എല്ലാം വാളിൻ്റെ സൈഡിലും എല്ലായിടത്തും പോയിട്ടോ. എന്നാലും നമുക്കുള്ള കഴിക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനെ എണ്ണയൊക്കെ ഒന്ന് ചേർക്കാം. എന്നിട്ട് കുറച്ച് നേരം ആ പച്ചക്കുത്തിൽ മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ ആ തക്കാളിയുടെ ആ സ്മെല്ലൊന്നും ഇഷ്ടമല്ല. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ തക്കാളി എന്ന് പറയുന്നത്. പക്ഷേ പച്ചയ്ക്ക് ഞാൻ നന്നായിട്ട് കഴിക്കും. ഈ പച്ച തക്കാളിയിൽ കുറച്ച് അരിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചായയായി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ആയിട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ദോശ ആയതുകൊണ്ട് കുഴപ്പമില്ല. ദോശ ആയിട്ട് ഇങ്ങനെ ചുറ്റെടുക്കണമല്ലോ. രാവിലത്തെ ഒരുവിധം പരിപാടി കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് ഒന്നും മേടിച്ചില്ല കേട്ടോ. സൺഡേ ആയിട്ട് സാധാരണ നമ്മൾ മീനോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണതാണ്. അപ്പോൾ ആ പ്രാവശ്യം മേടിച്ചില്ല. അന്നത്തെ ദിവസം മേടിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു സാമ്പാർ അങ്ങനെ എന്തെങ്കിലും വയ്ക്കാമെന്ന്. എനിക്ക് സാമ്പാർ പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന സംഭവം ആയതുകൊണ്ട് സാമ്പാർ വയ്ക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മൾ ചൂടുവെള്ളം എപ്പോഴും കുടിക്കാറുണ്ട്. ഫിൽറ്റർ വെള്ളം ഉണ്ട്, അത് നല്ല ചൂടുള്ളപ്പോഴൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ കുടിക്കാറുള്ളൂ. പിന്നെ ഇന്നത്തെ ചോറ് വയ്ക്കണത് നമ്മളിവിടെ റേഷൻ കിട്ടുന്ന പച്ചരിയും കൊണ്ടാട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ഇവിടെ ഉപയോഗിച്ചവർ. അതുകൊണ്ട് ഞാൻ പേടിച്ചാണ് ഇട്ടത്. കാരണം അടുത്ത് നിന്നില്ലെങ്കിൽ നല്ല വെന്ത് കുഴഞ്ഞ് പായസം പോലെ കുറച്ച് ശർക്കരയും കൂടി ഇട്ടാൽ മതി. പക്ഷേ നമ്മൾ ഇത് ഉണ്ടാക്കി വന്നപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. അതിന് നല്ല ഇഷ്ടമായി ഇവിടുത്തെ പച്ചരിയും കൊണ്ട് ചോറ് വയ്ക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് കുറേ പച്ചരി റേഷൻ കിട്ടും കേട്ടോ. പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ.
അതിനും ഉമേഷിനും ഇഷ്ടമായി. പിന്നെ ഉമേഷിന് ശീലമായതുകൊണ്ട് ഉമേഷ് അതൊക്കെ കഴിച്ചോളും. ഉമേഷ് എന്ത് കിട്ടിയാലും കഴിക്കും. അവർക്കിങ്ങനെ മിലിറ്ററിയിൽ ചേർന്നവർക്കറിയാം, അവർ എവിടെ നിന്ന് എന്ത് കിട്ടിയാലും കഴിക്കും. കാരണം അവരങ്ങനെ ശീലിച്ചു. എവിടെ ഓരോ ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഓരോരോ ഫുഡല്ലേ, അപ്പോൾ അവർക്ക് നല്ല ശീലമായി. പക്ഷേ എനിക്ക് ശീലമായിട്ടില്ല. എനിക്ക് പച്ചരി തീരെ ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ മുട്ടയും പൊരിച്ചു, എല്ലാം കഴിഞ്ഞു കേട്ടോ. ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാനിങ്ങനെ നമ്മുടെ കുഞ്ഞു കുറച്ച് ചെടികളുണ്ട് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ചെറിയ സാധനങ്ങൾ അവിടെയൊക്കെ ഒന്ന് പോയി ഞാനിങ്ങനെ നല്ല രസമാണ് അതിങ്ങനെ എത്ര വളർന്നു എന്നൊക്കെ ഇങ്ങനെ പോയി ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡെയിലി ഇങ്ങനെ പോയി ഇരിക്കാറുണ്ട് അവിടെ. ഇങ്ങനെ നോക്കും എന്തെങ്കിലും അങ്ങനെ എത്ര ഇല വന്നു എന്നൊക്കെ നോക്കലുണ്ട്. എൻ്റെ പരിപാടി അതാണ് കേട്ടോ. നാട്ടിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. കാരണം നാട്ടിലില്ലേ നമ്മുടെ അവിടെ ഇങ്ങനെ ഫുള്ള് മരങ്ങളാണ്. എന്ത് വെച്ചാലും വലിയ കാര്യമായിട്ട് പിടിക്കൂല. അതുകൊണ്ട് ഞാൻ അതിന് മെനക്കെട്ട് ഇറങ്ങാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ അവിടെ ഞാനിങ്ങനെ വെണ്ടയ്ക്കൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ മണ്ണിങ്ങനെ കയറ്റി കൊണ്ടുവരാൻ ഭയങ്കര പാടാണ് കേട്ടോ. താഴെയൊക്കെ ക്വാർട്ടർ കിട്ടിയെങ്കിൽ സുഖമായിരുന്നു, നമുക്കിങ്ങനെ കൃഷി എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ കയറ്റി കൊണ്ടുവരാൻ ഭയങ്കര ഉമേഷിനോട് എത്ര പറഞ്ഞിട്ടെന്നാണ് ഉമേഷ് കുറച്ച് മണ്ണെടുത്തിട്ട് വരുന്നത്. ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ കുറച്ച് കൂടുതൽ മണ്ണിട്ടിരുന്നെങ്കിൽ ഇതൊക്കെ നല്ല ആരോഗ്യത്തോടെ വളർന്നതെന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഉമേഷിനോട് പറഞ്ഞാലേ കേൾക്കില്ല, എത്ര കാല് പിടിച്ചിട്ട് കുറച്ച് മണ്ണെടുത്തിട്ട് വരുന്നതെന്ന് അറിയും. ഞാൻ വെറുതെ വലിയ കാര്യത്തിന് ചെറിയുള്ളിയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. വളരെയൊന്നുമില്ല, വെറുതെ ഒരു രസത്തിന്. പിന്നെ ഇവിടെ എനിക്ക് എവിടെ നിന്നോ കിട്ടിയ കാശിത്തുമ്പീൻ്റെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എല്ലാം നല്ല ഇഷ്ടമാണ്. ഞാൻ നാട്ടിൽ പോയി വരുമ്പോൾ കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ച് മറന്നുപോയി. പിന്നെ ഇങ്ങനത്തെ 10 മണിയോ 4 മണിയോ അങ്ങനത്തെ റോസക്കമ്പ്, പിന്നെ തുളസി മെയിനായിട്ട്. തുളസിയും പനിക്കൂർക്കലും ഉണ്ട് കേട്ടോ. ഞാൻ കൂടുതലും തിളപ്പിച്ച വെള്ളം ഉണ്ടാക്കണത് ഒന്നെങ്കിൽ തുളസിയിൽ അല്ലെങ്കിൽ പനിക്കൂർക്കലിൽ അങ്ങനെയായിട്ട് ഉണ്ടാക്കൽ. നല്ല ടേസ്റ്റാണ് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ പുതിനയില, പിന്നെ നമ്മുടെ കറിവേപ്പില ചെറുതായിട്ട് ഇങ്ങനെ വളർന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. പിടിക്കുമോയെന്ന് അറിയത്തില്ല. അങ്ങനെ പിന്നെ റോസക്കമ്പ് കുറച്ച് മുളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിൽ കറിവേപ്പിലയിൽ കുറച്ചിങ്ങനെ മുട്ടത്തോടും നമ്മുടെ ചായ ഉണ്ടാക്കണതിൻ്റെ ഇതില്ലേ മട്ടൊക്കെ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.